നമസ്കാരം. മാഗ്ന മെന്റർ മലയാളത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1857 റിവോൾട്ട് 1800 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാം ഭാഗം പഠിപ്പിച്ച സമയത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ആ ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾ കമന്റ് സെക്ഷൻ കമന്റ് ചെയ്യാനും പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് പേര് ആ ക്വസ്റ്റ്യന്റെ ഉത്തരം, ആ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിരുന്നു. 1857 റിവോൾട്ടിലെ റിവോൾട്ടിന്റെ സിമ്പൽ എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, അതിന്റെ സിമ്പൽ ചപ്പാത്തി ആൻഡ് ലോട്ടസ്. എന്താണ്? ചപ്പാത്തിയും ലോട്ടസുമാണ് 1857 റിവോൾട്ടിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പലരും ഞാൻ ആൻസർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ആൻസർ ചെയ്തവർക്കെല്ലാം നിങ്ങളുടെ എൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ അപ്രീസിയേഷൻ. ഓക്കെ, ശരി. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തിലോട്ട് കിടക്കാം. 1887 റിവോൾട്ടിന്റെ ലീഡേഴ്സ് ആരൊക്കെ എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഓക്കെ, ശരി. നമ്മൾ ആദ്യം ഏതൊക്കെ റീജിയനിലാണ് ലീഡേഴ്സ് ഉണ്ടായിരുന്നത് എന്ന് വേണം പഠിക്കാൻ. ഏതൊക്കെ റീജിയനിൽ, അപ്പം അത് പഠിക്കണമെങ്കിൽ ഏതൊക്കെ റീജിയനിൽ ഈ റിവോൾട്ട് നടന്നു എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ശരി, നമുക്ക് ഡൽഹിയിലെ റിവോൾട്ടിന്റെ കാരണം ലീഡർ ആരായിരുന്നു പറയണം. ഓക്കെ, നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് മേയിലാണ് ഈ പറയുന്ന റിവോൾട്ട് ആയിട്ട് ഇത് പൊട്ടിപ്പുറപ്പെടുകയും ഇന്ത്യൻ സോൾജിയേഴ്സ് ബ്രിട്ടീഷ് പട്ടാളക്കാരെ വധിക്കുകയും അവർ മാർച്ച് ചെയ്ത് ഡൽഹിയിൽ എത്തുകയും ചെയ്യുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? ശരി, ഡൽഹിയിൽ എത്തിയതിനു ശേഷം അവരെന്താ ചെയ്തത്? അവിടെ ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്ന ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിയെ, 82 വയസ്സുള്ള മുഗൾ ചക്രവർത്തിയെ എംപറർ ഓഫ് ഇന്ത്യ ആയി അവർ വാഴിച്ചു. ഓക്കെ, അപ്പം അതിനുശേഷമാണ് ഈ റിവോൾട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഇന്ത്യയിലെ ആ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങൾ, ഏതൊക്കെ നാട്ടുരാജ്യങ്ങളിൽ നിന്നാണ് ലീഡേഴ്സ് പൊങ്ങി അപ്രൈസ് ചെയ്ത് വന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് പഠിക്കണം. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ലീഡേഴ്സ് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഡൽഹിയാണ്. ഡൽഹിയിൽ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ പറയുന്ന സോൾജിയേഴ്സ് എല്ലാം അവരുടെ അജിറ്റേഷൻ, അവരുടെ റിവോൾട്ടായിട്ട് അവര് മെയ് 10 മീററ്റിൽ നിന്ന് മാർച്ച് ചെയ്ത് ഡൽഹിയിൽ എത്തിയതിനു ശേഷം ആരെയാണ് അവിടെ ചക്രവർത്തിയെ വാഴിക്കുന്നത്? മുഗൾ റൂളറായ ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ആരാണ്? മുഗൾ റൂളറായ ബഹദൂർ ഷാ രണ്ടാമൻ. സോ ഈ പറയുന്ന പട്ടാളക്കാരെല്ലാം മാർച്ച് ചെയ്ത് എങ്ങോട്ടാ വരുന്നത്? ഡൽഹിയിലോട്ടാണ് വരുന്നത്. ഡൽഹിയിലെ മുഗൾ റൂളർ ആരായിരുന്നു ആ കാലയളവിൽ? ബഹദൂർ ഷാ സെക്കൻഡ്. ബഹദൂർ ഷാ സെക്കൻഡ് എന്ന് പറയുന്ന റൂളറായിരുന്നു. അദ്ദേഹം ഒരു ലീഡർ ആയിരുന്നു. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരാണ് പട നയിച്ചിരുന്നത്? ജനറൽ ബക്ത് ഖാൻ. മുഗൾ റൂളറായ ബഹദൂർ ഷാ രണ്ടാമന്റെ കമാൻഡർ ഇൻ ചീഫ് ആരാണ്? അദ്ദേഹത്തിന്റെ പേര് ജനറൽ ബക്ത് ഖാൻ. ജനറൽ ബക്ത് ഖാൻ ആണ് ആ പട നയിച്ചിരുന്നത്. ഓക്കെ, ഈ പറയുന്ന റിവോൾട്ട് പൊട്ടിപ്പുറപ്പെടുകയും സോൾജിയേഴ്സ് എല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ പറയുന്ന റിവോൾട്ടിനെ എങ്ങനെയെങ്കിലും സപ്രസ് ചെയ്യണം, അതിനെ ഇല്ലാണ്ടാക്കണം എന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിച്ചു. അങ്ങനെ അത് സപ്രസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുവിട്ട ബ്രിട്ടീഷ് കമാൻഡറാണ് ആര്? ജോൺ നിക്കോൾസൺ. ആരാണ്? ജോൺ നിക്കോൾസൺ. ഏത് ഡേറ്റിലോട് കൂടിയാണ് ഡൽഹിയിലെ റിവോൾട്ട് അവസാനിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20th September 1857. 20th September 1857 ഡൽഹിയിലെ റിവോൾട്ട് ജോൺ നിക്കോൾസൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ആർമി കമാൻഡർ സപ്രസ് ചെയ്തു. ഓക്കെ, സപ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിയെ അദ്ദേഹം പിടിക്കുകയൊക്കെ ചെയ്തു. ജനറൽ ബക്ത് ഖാനും ഉണ്ട്. അങ്ങനെ ബഹദൂർ ഷാ സഫറിനെ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ബഹദൂർ ഷാ സഫറിനെ റങ്കൂണിൽ, ഇപ്പോഴത്തെ മ്യാൻമറിലോട്ട് ജയിൽ തടങ്കലിൽ വിട്ടു. ഓക്കെ, സോ ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഇവിടെ തന്നെ ഉണ്ട്. ബഹദൂർ ഷാ സഫർ, അദ്ദേഹം ബ്രിട്ടീഷ് കമാൻഡറായ ജോൺ നിക്കോൾസൺ ഇദ്ദേഹത്തെ പിടിച്ചെടുക്കുകയും അദ്ദേഹത്തിനെ ജയിലിലാക്കുകയും പിൽക്കാലത്ത് മ്യാൻമർ എന്ന് പറയുന്ന, അന്നത്തെ റങ്കൂൺ ഇപ്പോഴത്തെ മ്യാൻമർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നാട് കടത്തുകയും ചെയ്തു. അവിടെ അദ്ദേഹം ആദ്യം ഇനിഷ്യൽ കാലത്ത് ഇംപ്രസൺ ജയിലിലാണ് ഇട്ടിരുന്നത്. പിൽക്കാലത്ത് 1862 6 വർഷത്തിന് ശേഷം 5-6 വർഷത്തിന് ശേഷം അദ്ദേഹം മരണമടഞ്ഞു. ഓക്കെ, സോ ജനറൽ
Bakht Khan. General Bakht Khan. General Bakht Khan is the army commander of Mughal ruler Bahadur Shah. അപ്പോൾ ലീഡേഴ്സ് ഓഫ് ദ റിവോൾട്ട് 1857 ചോദിച്ചാൽ നിങ്ങളുടെ മുന്നിൽ വന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ഉത്തരം എഴുതണം? രണ്ട് പേരുടെ ഉത്തരം എഴുതണം. രണ്ട് പേര് ആരൊക്കെയാണ്? ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ ആർമി കമാൻഡറായ ജനറൽ ബക്ത് ഖാനും. ഇനി ഇതേ റിവോൾട്ട് സപ്രസ് ചെയ്ത ആരാണ് എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് പേരെഴുതണം? ആർമി കമാൻഡറായ ബ്രിട്ടീഷ് ആർമി കമാൻഡറായ ജോൺ നിക്കോൾസൺ. ആരാണ്? ജോൺ നിക്കോൾസൺ. ഓക്കെ, ഇനി ഏത് തീയതിയിലാണ് ഇത് അടിച്ചമർത്തപ്പെട്ടത്? 20th September 1857. ഓക്കെ, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ള പോയിന്റുകളാണ്, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ള പോയിന്റ് ആണ്. ഈ ബഹദൂർ ഷാ സഫർ പിന്നെ എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ നാട് കടത്തി റംഗൂണിലോട്ട്. ഓക്കെ, അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 3 ചോദ്യങ്ങളാണ്, 2 ചോദ്യങ്ങളാണ് വരുന്നത്. അതിന് 3 ഉത്തരങ്ങളാണ് ഉള്ളത്. ഒന്ന്, ബഹദൂർ ആരൊക്കെയാണ് ലീഡേഴ്സ് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857 ഇൻ ഡൽഹി? 2 പേരുടെ ഉത്തരം 2 പേരാണ്, ജനറൽ ബക്ത് ഖാനും ബഹദൂർ ഷായും. അതുപോലെ തന്നെ ഇത് അടിച്ചമർത്താൻപ്പെട്ട ബ്രിട്ടീഷ് ആർമി കമാൻഡർ ജോൺ നിക്കോൾസൺ ആണ്. അതുപോലെ തന്നെ ഡേറ്റ്, ഇത് സപ്രസ് ചെയ്ത ഡേറ്റ് 20th September 1857. ഓക്കെ, 20th September 1857. ഓക്കെ, ശരി. നെക്സ്റ്റ് റീജിയനിലോട്ട് പോവാണ്. നെക്സ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് കാൺപൂർ. 1857 റിവോൾട്ട് കാൺപൂറിൽ ആരാണ് നേതൃത്വം നൽകിയത്? ഈ പറയുന്ന പേര് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കാം. നാനാ സാഹിബ്. നമ്മൾ 1ാം ഭാഗം പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഡോക്ടർ ഓഫ് ലാബ്സ്. ആരാണ് ഡോക്ടർ ഓഫ് ലാബ്സ് കൊണ്ടുവന്നത്? ജനറൽ ലോർഡ് ഡൽഹൌസി ആണ്. ഡൽഹൌസി 1848 തൊട്ട് 1856 വരെ, 1848 to 1856 വരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആയിരുന്ന ആരാണ്? ലോർഡ് ഡൽഹൌസി കൊണ്ടുവന്ന നിയമമാണ് ഡോക്ടർ ഓഫ് ലാബ്സ്. അത് മുഖാന്തരം കാൺപൂർ ഡോക്ടർ ഓഫ് ലാബ്സ് മുഖാന്തരം ബ്രിട്ടീഷിന്റെ കൺട്രോൾ വന്നു. അവിടെ ആരായിരുന്നു അനന്തരാവകാശിയായിരുന്നത്? നാനാ സാഹിബ് ആയിരുന്നു. നാനാ സാഹിബ്. ഈ നാനാ സാഹിബ് ആരാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പേഷ്വാ ബാജിറാവ് 2 എന്ന് പറയുന്ന ലീഡറിന്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. ഓക്കെ, ഈ നാനാ സാഹിബാണ് ഈ പറയുന്ന മേഖലയിൽ, കാൺപൂർ മേഖലയിൽ ഈ റിവോൾട്ടിനെ നയിച്ചത്. ഓക്കെ, അദ്ദേഹത്തിനും ഒരു മിലിറ്ററി കമാൻഡർ ഉണ്ടായിരുന്നു. ഓക്കെ, നാനാ സാഹിബിന്റെ മിലിറ്ററി കമാൻഡർ ആയിരുന്നു താന്ത്യ തോപ്പ്. നാനാ സാഹിബ് മിലിറ്ററി കമാൻഡർ ആയിരുന്നു ആര്? താന്ത്യ തോപ്പ്. ഓക്കെ, അപ്പം ഈ പറയുന്ന നാനാ സാഹിബും താന്ത്യ തോപ്പും ഉണ്ട് അല്ലെ. ഇനി നാനാ സാഹിബിന്റെ റിയൽ നെയിം ഒന്ന് പഠിക്കണം. നാനാ സാഹിബിന്റെ റിയൽ നെയിം എന്താണ്? ദോന്ദു പന്ത്. എന്താണ്? ദോന്ദു പന്ത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മിലിറ്ററി കമാൻഡറായ താന്ത്യ തോപ്പിന് റിയൽ നെയിം ഉണ്ടായിരുന്നു. എന്താണ്? രാമചന്ദ്ര പണ്ഡുറാങ്. എന്താണ്? രാമചന്ദ്ര പണ്ഡുറാങ്. So Kanpur, leader of the revolt of 1857 in Kanpur is Nana Sahib. Real name is Dondu Pant. Military commander of the Nana Sahib is Tandya Top. Real name is Ramachandra Pandurang. Okay, Ramachandra Pandurang. ശരി. ഇനി ഈ ബ്രിട്ടീഷുകാർ ഇതുപോലെ തന്നെ വീണ്ടും ഈ റിവോൾട്ടിനെ സപ്രസ് ചെയ്യാൻ വന്നു. ബ്രിട്ടീഷ് നാനാ സാഹിബിനെ പിടിച്ചെടുത്തു. നാനാ സാഹിബിനെ ജയിലിൽ അടച്ചു. ഓക്കെ, ജയിലിൽ അടച്ചതിന് ശേഷം പക്ഷെ നാനാ സാഹിബ് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് എങ്ങോട്ട് പോകുന്നുണ്ട്? നേപ്പാളിലോട്ട് പോകുന്നുണ്ട്. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി, കഥ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ താന്ത്യ തോപ്പിനെയും പിടിക്കുന്നുണ്ട്. പക്ഷെ താന്ത്യ തോപ്പ് ഇതുപോലെ രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകുന്നുണ്ട്? ഗ്വാളിയറിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ നാനാ സാഹിബ് പോകുന്നത് നേപ്പാളിലോട്ട്, രക്ഷപ്പെട്ട് പോകുന്നു നേപ്പാളിലോട്ട്. താന്ത്യ തോപ്പ് ഒരു മിലിറ്ററി കമാൻഡർ ആയിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ട് നാട് വിട്ടു പോകാനൊന്നും തയ്യാറല്ലായിരുന്നു. അദ്ദേഹത്തിന് വീണ്ടും ഫൈറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അദ്ദേഹം ചെന്ന് എത്തുന്ന സ്ഥലം ഗ്വാളിയറിലാണ്. ഗ്വാളിയറിൽ ചെന്ന് അദ്ദേഹം ആരെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു? റാണി ലക്ഷ്മി ഭായ് അല്ലെങ്കിൽ മണികർണിക. ഝാൻസിയിലെ മണികർണിക അല്ലെങ്കിൽ റാണി ലക്ഷ്മി ഭായ്, ആ പറയുന്ന യോദ്ധാവിന്റെ കൂടെ ചേർന്ന് നിന്ന് താന്ത്യ തോപ്പ് ഫൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത് ബ്രിട്ടീഷ് കമാൻഡർ ഹു സപ്രസ്ഡ് റിവോൾട്ട് ഇൻ കാൺപൂർ. ആരാണ് ഈ കാൺപൂരിലെ റിവോൾട്ട് സപ്രസ് ചെയ്തത്? അദ്ദേഹത്തിന്റെ പേരാണ് കോളിൻ ക്യാമ്പൽ. എന്താണ്? കോളിൻ ക്യാമ്പൽ. നമ്മൾ പഠിച്ചു ഡൽഹിയിലെ റിവോൾട്ട് സപ്രസ് ചെയ്തത് 20th September 1857 ആണെങ്കിൽ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബർ എത്തുമ്പോൾ 6th December 1857 കാൺപൂർ റിവോൾട്ടും കോളിൻ ക്യാമ്പൽ സപ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മുടെ നാനാ സാഹിബ് ഫോട്ടോ ഇവിടെ ഉണ്ട്.
താന്ത്യ തോപ്പും ഫോർട്ട് ഇവിടെയുണ്ട്. ഓക്കെ, ഇതിൽ ആരുടെ തൊപ്പിക്കാണ് കുറച്ചുകൂടെ ഭംഗി കൂടുതൽ? താന്ത്യ തോപ്പിന്റെ തൊപ്പിക്കാണ് ഭംഗി കൂടുതൽ. ഇത് ഓർത്ത് വെച്ചേക്കുക. ഒരു ചെറിയ സിമ്പിൾ ഒരു കോഡ് പറഞ്ഞുതരാം. ഓക്കെ, കോഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവരുടെ റിയൽ നെയിം പഠിക്കണം അല്ലേ? എങ്ങനെ ഓർത്തിരിക്കാം? നാനാ സാഹിബിന്റെ പേര്, ഈ പേരുകൾ ദോന്തു പന്തും താന്ത്യ തോപ്പും എല്ലാം അതുപോലെ പേരുകളെല്ലാം കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. ജസ്റ്റ് ഓർത്തിരിക്കാം. ശരി, നാനാ സാഹിബിന്റെ ശരിക്കുള്ള പേര് ഡോണ്ടു പന്ത്. നാനാ സാഹിബിന്റെ ശരിക്കുള്ള പേര് എന്താ? ഡോണ്ടു പന്ത്. ഡോണ്ടു പന്ത്. അതുപോലെ തന്നെ താന്ത്യ തോപ്പിന്റെ ശരിക്കുള്ള പേരെന്താ? താന്ത്യ തോപ്പിന്റെ ശരിക്കുമുള്ള പേര് എന്ന് പറയുന്നത് രാമചന്ദ്ര പണ്ടുരംഗന്താണ്. എന്താണ്? രാമചന്ദ്ര പണ്ടുരംഗന്താണ്. ഓക്കെ, അപ്പം നമുക്ക് താന്ത്യ തോപ്പിന് ശരിക്കുള്ള പേര് പഠിക്കാൻ ഒരു ക്ലൂ തരാം. ക്ലൂ ഒന്നുമല്ല, തൊപ്പി വെച്ച് പാണ്ട് മറച്ചു, തലയിൽ തൊപ്പി വെച്ച് പാണ്ട് മറച്ചു എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സോ താന്ത്യ തൊപ്പി, തൊപ്പി, താന്ത്യ തൊപ്പി, തൊപ്പി വെച്ച് തലയിലെ പാണ്ട് മറച്ചു, പാണ്ട് 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 മറച്ചു. ഓക്കെ, ഇനി ദോന്തു പണ്ട്, ദോന്തു പണ്ട്, നാനാ സാഹിബിന്റെ ശരിക്കുള്ള പേരെന്താ? ദോന്തു പണ്ട്. അപ്പം ഈ എങ്ങനെ പഠിക്കാം? നാനാ സമയവും, നാനാ സമയവും പന്ത് കളിയാണ്. നാനാ സമയവും നാനാ സമയവും പന്ത് കളിയാണ്, പന്ത് കളിയാണ്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കുക. നാനാ സമയവും പന്ത് കളിയാണ്. അതുപോലെ തന്നെ നമ്മളെ താന്ത്യ തോപ്പിന് എന്താ ഞാൻ പറഞ്ഞേ? താന്ത്യ തോപ്പി, തൊപ്പി, തോപ്പി, തൊപ്പി, താന്ത്യ തോപ്പി എന്താ? തൊപ്പി, തൊപ്പി വെച്ച്, തൊപ്പി വെച്ച്, തൊപ്പി വെച്ച് പാണ്ട് മറയ്ക്കുന്നു, പാണ്ട്, പാണ്ടുറങ്, പാണ്ടുറങ്, പാണ്ട് മറയ്ക്കുന്നു. ഓക്കെ, ശരി, അപ്പൊ അതങ്ങനെ ഓർത്തു വെക്കുക. അവിടെ ഒരു കോഡ്. ഇനി ഈ റിവോൾട്ട് സപ്രസ് ചെയ്ത ആള് ആരാണ്? കോളിൻ ക്യാമ്പൽ. അവിടെയും ഒരു കോഡ് പറഞ്ഞു തരാം. കാൺപൂരിൽ ക്യാമ്പ് അടിച്ചു. എന്തോ? കാൺപൂരിൽ ക്യാമ്പ് അടിച്ചു, കാൺപൂരിൽ ക്യാമ്പ് അടിച്ചു എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, കാൺപൂരിൽ ക്യാമ്പ് അടിച്ചു എന്ന് പറഞ്ഞാൽ കോളിൻ ക്യാമ്പൽ ആണ്. കോളിൻ ക്യാമ്പൽ, ക്യാമ്പ്, ക്യാമ്പ്, ക്യാമ്പ് വെച്ചാണ് കാൺപൂർ റിവോൾട്ട് സപ്രസ് ചെയ്തത്. ഓക്കെ, ശരി, അപ്പം ലീഡേഴ്സ് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857 കാൺപൂരും നമ്മൾ പഠിച്ചിരിക്കുന്നു. ഓക്കെ, ശരി. നെക്സ്റ്റ് ദ ലീഡേഴ്സ് ഓഫ് ദ റിവോൾട്ട് ഇൻ ഝാൻസി അല്ലെങ്കിൽ റോഹേൽഖണ്ഡ് അല്ലെങ്കിൽ ഗ്വാളിയർ അല്ലെങ്കിൽ സെൻട്രൽ ഇന്ത്യ. സെൻട്രൽ ഇന്ത്യയിലെ റിവോൾട്ട് എവിടെയായിരുന്നു? സെൻട്രൽ ഇന്ത്യയിലെ റിവോൾട്ട് നടന്ന സ്ഥലങ്ങളാണ് ഒന്ന് റോഹേൽഖണ്ഡ്, ഝാൻസി അല്ലെങ്കിൽ ഗ്വാളിയർ. ഈ മൂന്ന് സ്ഥലത്തിനും 1, 2, 3 ഈ മൂന്ന് സ്ഥലത്തിനും ഒരാളാണ് നേതൃത്വം കൊടുത്തത്. ആളുടെ പേരാണ് റാണി ലക്ഷ്മിഭായ്. ആരാണ്? റാണി ലക്ഷ്മിഭായ് ആണ് നേതൃത്വം കൊടുത്തത്. റാണി ലക്ഷ്മിഭായ് ആണ് നേതൃത്വം കൊടുത്തത്. റാണി ലക്ഷ്മിഭായിന് ശരിക്കുള്ള പേരെന്തായിരുന്നു? Her real name was മണികർണിക or മനുഭായ്. നമ്മൾ നേരത്തെ പഠിച്ചു 1848 തൊട്ട് 1856 വരെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്ന നമ്മുടെ ലോർഡ് ഡൽഹൌസി കൊണ്ടുവന്ന ഡോക്ടർ ഓഫ് ലാബ്സ് മുഖാന്തരം രാജ്യം നഷ്ടപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് ആര്? റാണി ലക്ഷ്മിഭായ്. അദ്ദേഹം ഈ പറയുന്ന റാണി ലക്ഷ്മിഭായ്, ഈ മഹതിയുടെ ശരിക്കുള്ള പേരെന്തായിരുന്നു? മണികർണിക. എന്താണ്? മണികർണിക. സിനിമയൊക്കെ വന്നിട്ടുണ്ടല്ലേ? സിനിമയൊക്കെ വന്നിട്ടുണ്ട്. ശരി, ശരിക്കുള്ള വേറെ മറ്റൊരു പേരെന്തായിരുന്നു? മനുഭായ് എന്നും വിളിക്കുന്നുണ്ട്. അപ്പം റാണി ലക്ഷ്മിഭായ് അല്ലെങ്കിൽ മനുഭായ് എന്ന് പറയുന്ന നമ്മുടെ രാജ്ഞി ആദ്യമായിട്ട് യുദ്ധം തുടങ്ങുന്നത് എവിടെയാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം തുടങ്ങുന്നത് ഝാൻസിയിലാണ്. ഝാൻസിയിൽ യുദ്ധം നടന്നു. അതിനുശേഷം അവിടെയും ഡിഫീറ്റ് ഒക്കെ വരുന്നുണ്ട്. ഡിഫീറ്റ് വരുന്നതിനെ തുടർന്ന് ഗ്വാളിയറിലോട്ട് കടക്കുന്നു. ഗ്വാളിയറിൽ ആരാണ് നമ്മുടെ റാണിയുടെ കൂടെ ചേരുന്നത്? താന്ത്യ തോപ്പ്. നമ്മുടെ കാൺപൂരിൽ നിന്ന് ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചതിനെ തുടർന്ന് രക്ഷപ്പെട്ടു വന്ന് ഇവിടെ നാനാ സാഹിബിന്റെ മിലിറ്ററി കമാൻഡർ എവിടെ വരുന്നു? ഗ്വാളിയറിൽ വന്ന് ഫൈറ്റ് ചെയ്യുന്നു അല്ലെ? ഗ്വാളിയറിൽ വന്ന് ഫൈറ്റ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം പുള്ളിക്കാരി ഗ്വാളിയറിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് റോഹേൽഖണ്ഡിൽ പോകുന്നുണ്ട്. റോഹേൽഖണ്ഡ്. ഓക്കെ, റോഹേൽഖണ്ഡിൽ പോകുന്നു. റോഹേൽഖണ്ഡ് എന്ന് പറയുന്നത് ബറേലി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ബറേലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ആ ബറേലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാളുടെ കൂടെ ചേർന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. റോഹേൽഖണ്ഡിലെ നവാബിന്റെ ഗ്രാൻഡ് സൺ ആയ ഖാൻ ബഹദൂർ ഖാൻ കൂടെ ചേർന്നുകൊണ്ട് പുള്ളിക്കാരി ഫൈറ്റ് ചെയ്യുന്നു. സോ റോഹേൽഖണ്ഡ് ഏതൊക്കെ 3 സ്ഥലങ്ങളിലാണ് റാണി ലക്ഷ്മിഭായ് ഫൈറ്റ് ചെയ്യുന്നത്? ഒന്ന് ഝാൻസിയിൽ ഫൈറ്റ് ചെയ്യുന്നു. ഝാൻസിയിൽ നിന്ന് ഗ്വാളിയറിലോട്ട് താന്ത്യ തോപ്പിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. പിന്നെ റോഹേൽഖണ്ഡിൽ ഖാൻ ബഹദൂർ ഖാന്റെ കൂടെയും ഫൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ 3 സ്ഥലങ്ങളിൽ ഫൈറ്റ് ചെയ്യുന്നു. ഏതൊക്കെ സ്ഥലങ്ങളിൽ? 3 സ്ഥലങ്ങളിൽ ഫൈറ്റ് ചെയ്യുന്നു.
അതിൽ ഝാൻസിയാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, പക്ഷെ ഇവിടെയും എന്ത് സംഭവിക്കുന്നു? ബ്രിട്ടീഷുകാർ സപ്രസ് ചെയ്യുന്നു, റിവോൾട്ടിനെ സപ്രസ് ചെയ്യുന്നു. റാണി ലക്ഷ്മി ഭായ് 17th June 1858 17th June 1858 ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് റിവോൾട്ട് തുടങ്ങിയതിനു ശേഷം ഗ്വാളിയറിൽ വെച്ച് മരണമടയുന്നു. ഓക്കെ, അപ്പം റാണി ലക്ഷ്മി ഭായ് മരിക്കുന്നു 17th June 1858. റാണി ലക്ഷ്മി ഭായിയുടെ ഈ റിവോൾട്ടിനെ സപ്രസ് ചെയ്യുന്ന ബ്രിട്ടീഷ് കമാൻഡർ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയ വ്യക്തി ഹ്യൂഗ് റോസ്. ഏത് ദിവസമാണ് മരിക്കുന്നത്? ഏത് റിവോൾട്ടിനെ ഏത് ദിവസമാണ് സപ്രസ് ചെയ്യുന്നത്? 18th June 1858. വേറൊന്നുമല്ല, 17th June 1858 റാണി ഓഫ് ഝാൻസി മരിക്കുന്നു. ഒരു ദിവസം മതിയായിരുന്നു ഹ്യൂഗ് റോസിന് ഇതെല്ലാം അടച്ച് ഒതുക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം. അപ്പം 18th June 1858. റാണി ഓഫ് ഝാൻസി മരിക്കുന്നത് 17th June ആണെങ്കിൽ റിവോൾട്ട് സപ്രസ് ചെയ്യപ്പെടുന്നത് 18th June ആണ്. കാരണം നേതൃത്വം ഉണ്ടെങ്കിലല്ലേ റിവോൾട്ടിന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നേതൃത്വം ഇല്ലാണ്ടാവുകയാണ്. നേതൃത്വം ഇല്ലാണ്ടാക്കി 18th June 1858 റിവോൾട്ടിനെ സപ്രസ് ചെയ്യുന്നു. ഓക്കെ, ശരി. അപ്പം ഈ പറയുന്ന റാണി ഓഫ് ഝാൻസി, ഷീ വാസ് എ ബ്രേവസ്റ്റ് വുമൺ. നല്ലൊരു ബ്രേവായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ചരിത്രത്തിൽ ഉടനീളം ഈ പേര് എടുത്തെടുത്ത് കേൾക്കുന്നത്. ഓക്കെ, ഒരു വ്യക്തി ഈ റാണിയെ കുറിച്ച് ഒരു കോട്ട് തന്നെ പറഞ്ഞു. A man among the rebels, the bravest and the best military leaders of the rebels എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. റാണി ലക്ഷ്മി ഭായിയെ കുറിച്ചാണ് പറയുന്നത്. ആരെ കുറിച്ചാണ് പറയുന്നത്? റാണി ലക്ഷ്മി ഭായിയെ കുറിച്ചാണ് പറയുന്നത്. The man among the rebelsലെ ഒരു പുരുഷൻ and the bravest and best military leaders of the rebelsലെ ബ്രേവസ്റ്റും ഏറ്റവും ധീരമായതും ബെസ്റ്റ് ആയിട്ടുള്ള മിലിറ്ററി ലീഡറുമായിട്ട് വന്ന ആളാണ് ആര്? റാണി ലക്ഷ്മി ഭായ് എന്ന് ആര് പറയുന്നു? റാണി ലക്ഷ്മി ഭായ് കൊന്ന അല്ലെങ്കിൽ റാണി ലക്ഷ്മി ഭായിയെ സപ്രസ് ചെയ്ത ബ്രിട്ടീഷ് കമാൻഡറായ ഹ്യൂഗ് റോസിന്റെ വാക്കുകളാണ് ഇവ. ഓക്കെ, അത് പഠിച്ചു വെക്കേണ്ടതാണ്. വാട്ട് ഡിഡ് ഹ്യൂഗ് റോസ് സേ അബൌട്ട് റാണി ലക്ഷ്മി ഭായ്? A quote, a man among the rebels, the bravest and the best military leaders of the rebels എന്ന് പറയുന്നതും ആരാണ്? ഹ്യൂഗ് റോസ് ആണ്. അല്ലേ? ശരി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ 1857 റിവോൾട്ടിനെ പഠിപ്പിച്ച സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിരുന്നു, അല്ലേ? എന്താണ് ആ ക്വസ്റ്റ്യൻ? ഈ റിവോൾട്ടിന്റെ സിമ്പൽ എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. അതിന്റെ ഉത്തരവും ഞാൻ പറഞ്ഞിരുന്നു. സിമ്പൽ ലോട്ടസും ചപ്പാത്തിയും ആയിരുന്നു സിമ്പൽ. അതിന്റെ ഉത്തരവും നമ്മൾ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് ഒരു ചോദ്യം തരാം. റാണി ലക്ഷ്മി ഭായ് എന്ന് പറയുന്ന ധീര വനിതയുടെ ഒരു കുതിര ഉണ്ടായിരുന്നു. ആ കുതിരയുടെ പേരെന്ത്? നെയിം ഓഫ് ദ horse of Rani Lakshmi Bai. Please comment ചെയ്യുക കേട്ടോ. Please comment. ഓക്കെ, ശരി. റാണി ലക്ഷ്മി ബായിയുടെ കുതിരയുടെ പേരെന്ന് കമന്റ് ചെയ്യുക. ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ അതിന്റെ ഉത്തരവും പഠിക്കുന്നതാണ്. ശരി, നെക്സ്റ്റ് ഭാഗത്തോട്ട് കടക്കാം. നെക്സ്റ്റ് ഭാഗം. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചു, റാണി ലക്ഷ്മി ഭായ് പഠിച്ചു. 3 മേഖലകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഏതൊക്കെയാണ്? ഡൽഹി, കാൺപൂർ, സെൻട്രൽ ഇന്ത്യ അല്ലെങ്കിൽ ഝാൻസി, റോഹിൽഖണ്ഡ്, ഗ്വാളിയർ എന്ന് പറയുന്ന മേഖലകൾ. ഓക്കെ, ശരി. നെക്സ്റ്റ്, ലീഡേഴ്സ് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. നെക്സ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ലക്നൗ ആണ്. നെക്സ്റ്റ് പ്ലേസ് ഏതാണ്? ലക്നൗ. ഓക്കെ, സോ ലക്നൌവിൽ ഈ പറയുന്ന റിവോൾട്ടിന്റെ ലീഡർ ആയിരുന്നു ബീഗം ഹസ്രത് മഹാൾ. ആരാണ്? ബീഗം ഹസ്രത് മഹാൾ. ഈ റിവോൾട്ടിനെ സപ്രസ് ചെയ്ത വ്യക്തിയാണ് ഹാവ്ലോക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് കമാൻഡർ. 21st March 1858 റിവോൾട്ട് തുടങ്ങി. മെയ് 1887 മെയിൽ റിവോൾട്ട് തുടങ്ങി. ഒരു വർഷമായില്ല. ലക്നൌവിലെ റിവോൾട്ട് ബ്രിട്ടീഷുകാർ സപ്രസ് ചെയ്തു. ലക്നൌവിലെ റിവോൾട്ട് സപ്രസ് ചെയ്തതാണ് ലക്നൌവിലെ റിവോൾട്ട് ലീഡ് ചെയ്തവരാണ് ബീഗം ഹസ്രത് മഹാൾ. ഓക്കെ, ബീഗം ഹസ്രത് മഹാൾ ലീഡ് ചെയ്തു. റിവോൾട്ടിനെ സപ്രസ് ചെയ്തത് ഹാവ്ലോക്ക്. ആരാണ്? ലക്നൌവിലെ ലോക്ക്. എന്താ അങ്ങനെ പഠിച്ചാൽ മതി. എന്താ? ലക്നൌവിലെ ലോക്ക്. നമ്മള് കാൺപൂരിൽ ആരാണെന്ന് പഠിച്ചു? കാൺപൂരിലെ ക്യാമ്പ് എന്ന് പഠിച്ചു. എന്താ? കാൺപൂരിലെ ക്യാമ്പ് എന്ന് പഠിച്ച പോലെ തന്നെ ലക്നൌവിലെ ലോക്ക് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ലക്നൌവിലെ ലോക്ക്. അപ്പൊ നമ്മൾ കുറെ കോഡുകൾ ഇങ്ങനെ ഓർത്തിരിക്കുമ്പോൾ നമുക്ക് എക്സാമിന് എല്ലാം ആ സമയത്ത് ടക്കന് ക്ലിക്ക് ആവണമെന്നില്ല. ചിലവർക്ക് ഓർമ്മ ആ സമയത്ത് പോവും, അല്ലെങ്കിൽ ആ എക്സാം മൈൻഡ് സെറ്റ് ഇരിക്കുന്ന സമയത്ത് ഓർമ്മ വരണമെന്നില്ല. ആ കൺഫ്യൂഷനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ക്ലൂകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഈ പറയുന്ന ലക്നൌവിലെ കാര്യം നിർത്താം. ഈ ലക്നൌവിലെ ശരിക്കും ഒരു കിങ് ഉണ്ടായിരുന്നേ. ആ കിങ്ങിന്റെ പേര് നവാബ് വാജിദ് അലി ഷാ.
ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പത്നിയാണ് ബീഗം. രണ്ടാമത്തെ പത്നിയാണ് ബീഗം ഹസ്രത്ത്. രണ്ടാമത്തെ പത്നിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ പത്നിയാണ്, സെക്കൻഡ് വൈഫ്. ഓക്കെ, സെക്കൻഡ് വൈഫ്. ആ ബീഗം ഹസ്രത്ത് മഹൽ നവാബ് വാജിദ് അലി ഷായ്ക്കും ഉണ്ടായ ഒരു മകനുണ്ട് കേട്ടോ, സൺ, their son. ആ സണ്ണാണ് ബിർജിസ് ക്വാദിർ. ആരാണ്? ബിർജിസ് ക്വാദിർ. ഈ ബിർജിസ് ക്വാദിർ എന്ന് പറയുന്ന പേര് നമ്മുടെ NCERT പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിവിടെ എടുത്ത് പഠിക്കുന്നത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കാം. കാരണം നമ്മുടെ എക്സാംസ് എല്ലാം ബേസ് ചെയ്ത് വരുന്ന ഒറ്റ ഒരു ബുക്കിന്റെ പേരിലാണ്. ആ ബുക്കാണ് NCERT. അപ്പൊ ഞാനിവിടെ തരുന്ന എല്ലാ പോയിന്റുകളും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ അതിന് NCERT ബേസിലാണ് പറയുന്നത്. ഓക്കെ, അപ്പം നോർമലി ഒരു ക്ലാസ് വേറെ ഏതെങ്കിലും നിങ്ങൾ ക്ലാസ് എടുത്താലും ശരി, നമ്മുടെ ചാനലിൽ പ്രത്യേകിച്ച് നമ്മൾ NCERT ഒരു ബേസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും NCERT ഒരു ബേസ് ഞാൻ വെക്കുന്നുണ്ട്. കാരണം NCERT വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം NCERT പുസ്തകത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു പേരാണ് ഈ ബിർജിസ് ക്വാദിർ. ബീഗം ഹസ്രത്ത് മഹലിന്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്താണ് ബിർജിസ് ക്വാദിർ. ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് എക്സാംസിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ശരി. ഓക്കെ, ശരി. അപ്പം നമ്മൾ ലക്നൗവും കഴിഞ്ഞു. അപ്പൊ 4 മേഖലകൾ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത മേഖലയിലോട്ട് പോവാണ്. അടുത്തത് ബീഹാർ. അടുത്ത ഏതാണ്? ബീഹാർ. ഓക്കെ, അപ്പം ബീഹാറിലെ റിവോൾട്ട്. ബീഹാറിന് വേറൊരു പേരുണ്ടായിരുന്നു, അരാഹ് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ജഗദീഷ്പൂർ എന്നും പറഞ്ഞിരുന്നു. എന്താണ്? അരാഹ് ഓർ ജഗദീഷ്പൂർ. ഓക്കെ, ഇപ്പം ബീഹാറിലെ ഈ റിവോൾട്ട് ലീഡ് ചെയ്തത് കൻവർ സിംഗ് ആണ്. ആരാണ്? കൻവർ സിംഗ് ആണ് ഈ റിവോൾട്ട് ലീഡ് ചെയ്തത്. ബീഹാറിൽ റിവോൾട്ട് ലീഡ് ചെയ്ത ആരാണ്? കൻവർ സിംഗ്. ഹീസ് വാസ് ഓൾസോ ദ റൂളർ ഓഫ് ജഗദീഷ്പൂർ. ഓക്കെ, ഇദ്ദേഹം വളരെ ഏജ്ഡ് ആയിട്ട് ഒരു ലീഡർ ആയിരുന്നു. വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലീഡർ ആയിരുന്നു. ഓക്കെ, അപ്പം ഈ ലീഡേഴ്സിൽ ഏറ്റവും ഏജ്ഡ് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ ഒരു പേര് വിളിച്ചിരുന്നു, ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. 1857 റിവോൾട്ടിലെ ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നറിയപ്പെടുന്ന ആരായിരുന്നു? കൻവർ സിംഗ് ആയിരുന്നു. ആരാണ്? കൻവർ സിംഗ്. കാരണം അദ്ദേഹം ആ റിവോൾട്ടിലെ ലീഡേഴ്സിൽ ഏറ്റവും ഓൾഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഓക്കെ, ഏറ്റവും ഓൾഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഓക്കെ, അപ്പൊ ബീഹാറിലെ റിവോൾട്ട് ലീഡ് ചെയ്ത ആരാണ്? കൻവർ സിംഗ്. അദ്ദേഹത്തിനോട് ഒരാളും കൂടെ ഉണ്ടായിരുന്നു, അതുകൂടെ പഠിച്ചു വെക്കുക, അമർ സിംഗ്. കൻവർ സിംഗ്, അമർ സിംഗ്, അങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ, റൂളേഴ്സ് ഓഫ് ദ റിവോൾട്ട്. അദ്ദേഹത്തിനെ വിളിച്ച മറ്റൊരു പേര് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. അങ്ങനെ ഒരു ചോദ്യം ഡയറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857 എന്നറിയപ്പെടുന്നത് ആരാണ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ഉത്തരം എഴുതണം? കൻവർ സിംഗ് എന്ന് ഉത്തരം എഴുതണം. കൻവർ സിംഗിന്റെ കൂടെ ബീഹാറിൽ റിവോൾട്ട് മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു, പേര് അമർ സിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഈ റിവോൾട്ടിനെയും സപ്രസ് ചെയ്തു. ആരാണ് സപ്രസ് ചെയ്തത്? വില്യം ടൈലർ ആണ് സപ്രസ് ചെയ്തത്. ആരാണ്? വില്യം ടൈലറും വിൻസെന്റ് ഐവും കൂടെ ചേർന്നുകൊണ്ട് ഈ റിവോൾട്ടിനെ സപ്രസ് ചെയ്തു. ഓക്കെ, ശരി. ആദ്യം നമ്മൾ ഡൽഹിയിലെ റിവോൾട്ട് സപ്രസ് ചെയ്ത ആളുടെ പേര് പഠിച്ചു. ഡൽഹിയിൽ ആരാണ് സപ്രസ് ചെയ്തത്? ജോൺ നിക്കോൾസൺ ആണ് സപ്രസ് ചെയ്തത്. തുടർന്ന് കാൺപൂരിൽ സപ്രസ് ചെയ്തത് കോളിൻ കാംപെൽ ആണ്. കാൺപൂരിലെ ക്യാമ്പ് എന്ന് നമ്മൾ ഓർത്തു വെച്ചു. ഝാൻസി, ഗ്വാളിയറിൽ റിവോൾട്ട് സപ്രസ് ചെയ്തു. ഹ്യൂഗ് റോസ് സപ്രസ് ചെയ്തു. ലക്നൌവിലെ റിവോൾട്ട് സപ്രസ് ചെയ്തു. ലക്നൌവിലെ ലോക്ക് നമ്മൾ പഠിച്ചു വെച്ചു. ലക്നൌവിലെ ലോക്ക്. ശരി, അടുത്ത് നമ്മൾ പഠിക്കുന്നത് റിവോൾട്ട് ഓഫ് 1857 ബീഹാർ എന്ന ഒരു സ്ഥലത്താണ്. വില്യം ടൈലർ ആൻഡ് വിൻസെന്റ് ഐവ് ആണ്. പ്രത്യേകിച്ച് കോഡൊന്നുമില്ല. എന്തെങ്കിലും കോഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അത് നമ്മളും വെൽക്കം ചെയ്യുന്നതാണ്, അതുപോലത്തുള്ള പോയിന്റുകൾ. ഓക്കെ, അത് എല്ലാവർക്കും ഓർത്തിരിക്കാൻ എന്തെങ്കിലും ഒരു കോഡ്. ഓരോരുത്തരുടെ മനസ്സിൽ ഡിഫറെന്റ് ഐഡിയാസ് ഒക്കെ വരും. ഐഡിയാസ് ഒക്കെ നമ്മൾ വെൽക്കം ചെയ്യുന്നു. കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഈ ബീഹാർ റിവോൾട്ട് സപ്രസ് ചെയ്ത ലീഡറിന്റെ പേര് പഠിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ശരി. ഇനി ബാക്കിയുള്ള ലീഡേഴ്സിനെ കുറിച്ച് പഠിക്കാം. ബാക്കിയുള്ള ലീഡേഴ്സ് ബറേലി ഞാൻ പറഞ്ഞു. റോഹേൽഖണ്ഡ് നവാബ് ഉണ്ടായിരുന്നു. ബറേലിയിൽ ആരാ? റോഹേൽഖണ്ഡ്. ഇവിടെ ആരുടെ കൂടെ ഫൈറ്റ് ചെയ്തു? റാണി ലക്ഷ്മിയുടെ കൂടെ ഫൈറ്റ് ചെയ്തു. ആരാണ് വ്യക്തി? ഖാൻ ബഹദൂർ ഖാൻ. ഓക്കെ, ഫൈസാബാദ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അയോധ്യയാണ്. അവിടെ മൗലവി അഹമ്മദുള്ള. രാജസ്ഥാനിൽ ആരൊക്കെയാണ്? ജയ്ദയാൽ സിംഗ് ആൻഡ് ഹർദയാൽ സിംഗ് ആണ് രാജസ്ഥാനിലെ റിവോൾട്ട് ലീഡ് ചെയ്തത്.
ഓക്കെ. ലാസ്റ്റ് റിവോൾട്ട് ലീഡ് ചെയ്തത് അലഹബാദിലാണ് മൗലവി ലിയാഖത്ത് അലി. മൗലവി ലിയാഖത്ത് അലി. ഈ റിവോൾട്ട് സപ്രസ് ചെയ്ത ആളുടെ പേര് പഠിക്കാം, കേണൽ നീൽ. ഓക്കെ. സോ ബറേലിയിൽ ആരാണ് റിവോൾട്ട് സപ്രസ് ചെയ്തത്? ഖാൻ ബഹദൂർ ഖാൻ. ഖാൻ ബഹദൂർ ഖാൻ. ബറേലി ആരെ കൂടെ, ഈ ബറേലി എന്ന് പറയുന്ന സ്ഥലം വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു, അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് റോഹിൽഖണ്ഡ്. അവിടെ ആരും കൂടെ ഉണ്ടായിരുന്നു, റാണിയും കൂടെ ഫൈറ്റ് ചെയ്തു, റാണി ലക്ഷ്മിബായും കൂടെ ഫൈറ്റ് ചെയ്തു. ഫൈസാബാദ് അയോധ്യ. ഫൈസാബാദ് അയോധ്യ ആരാണ് ഫൈറ്റ് ചെയ്തത്? മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അയോധ്യയിലെ ആരാണ് ലീഡർ ആയിരുന്നത്? മൗലവി അഹമ്മദുള്ള. രാജസ്ഥാനിലെ റിവോൾട്ട് ആരാണ് ലീഡ് ചെയ്തത്? ജയ് ദയാൽ സിംഗ് ആൻഡ് ഹർ ദയാൽ സിംഗ്. ജയ് ദയാൽ സിംഗ് ആൻഡ് ഹർ ദയാൽ സിംഗ്. അലഹബാദിലെ റിവോൾട്ടിനെ ലീഡ് ചെയ്തു മൗലവി ലിയാഖത്ത് അലി. മൗലവി ലിയാഖത്ത് അലി. റിവോൾട്ടിനെ സപ്രസ് ചെയ്തത് കേണൽ നീൽ. കേണൽ നീൽ. റിവോൾട്ടിനെ സപ്രസ് ചെയ്തത് കേണൽ നീൽ. സോ അലഹബാദിൽ മൗലവി ലിയാഖത്ത് അലി, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. രണ്ട് മൗലവിമാരാണ്, കൺഫ്യൂഷൻ ആവരുത്. ഫൈസാബാദിൽ അഹമ്മദുള്ളയും അലഹബാദിൽ ലിയാഖത്ത് അലിയും. ഓക്കെ, ശരി. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് അവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു നോട്ട് വേറൊന്നുമല്ല, ഈ റിവോൾട്ട് നടന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ലീഡേഴ്സ് എല്ലാം വന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലും സെൻട്രൽ ഇന്ത്യയിലും ഒക്കെ ആയിട്ടല്ലേ? സൗത്തിലപ്പോൾ ഒന്നും സംഭവിച്ചില്ലേ? സൗത്ത് പൊതുവേ ക്വയറ്റായിരുന്നു, സൗത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. എന്നാലും ചെറിയ തരത്തിലുള്ള അങ്ങ് പറയത്തക്ക ഒരു റിവോൾട്ടൊന്നും അവിടെ ആയില്ല. ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പഞ്ചാബും അതുപോലെ തന്നെ ചെറിയ അപ്രൈസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പഞ്ചാബിൽ കൂടുതലൊന്നും സംഭവിച്ചില്ല, പഞ്ചാബ് ബംഗാളിൽ. ഇത് പക്ഷെ ഇതേ സമയത്ത് നിസാമും ഹൈദരാബാദിലെ നിസാമും ഈ ഭോപ്പാലിലെ ബീഗവും ഇവർ രണ്ടുപേരും ബ്രിട്ടീഷുകാരുടെ സൈഡിലായിരുന്നു. ആരുടെ സൈഡിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ സൈഡിലായിരുന്നു. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി, നിങ്ങളുടെ ഭൗതിക ആ നിലവാരം ഉയർത്താൻ വേണ്ടി, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ശരി. ഓക്കെ, ശരി. ഇനി നമ്മൾ പോകുന്നത് ഈ പറയുന്ന ഈ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്താണ്? ഈ ലീഡേഴ്സിന്റെ ആരൊക്കെയാണ് ലീഡേഴ്സ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ലീഡേഴ്സ് ഈ റിവോൾട്ടിനെ സപ്രസ് ചെയ്ത ആരൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും ലീഡേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ ചെറിയ മറവിയൊക്കെ എക്സാമിൽ, അല്ലെങ്കിൽ മറവി കൺഫ്യൂഷൻ ഒക്കെ എക്സാമിൽ സംഭവിക്കാം അല്ലെ? അപ്പൊ അതൊന്ന് തടയാൻ വേണ്ടിയിട്ട് കുറച്ച് മെമ്മറി ട്രിക്സ് കൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. മെമ്മറി ട്രിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശരി. അപ്പം മെമ്മറി ട്രിക്ക്, ലഖ്നൌവിലെ ലീഡർ ആരാണ്? ലഖ്നൗ, ആഗ്ര, അവധ്. ലഖ്നൗ, ആഗ്ര, അവധ്. ഓക്കെ. ലഖ്നൗ, ആഗ്ര, അവധ് എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു. അവിടെ ആരാണ് ലഖ്നൌവിൽ ആരാണ് ലീഡ് ചെയ്തത്? ബീഗം ഹസ്രത് മഹാൾ ആണ് ലീഡ് ചെയ്തത്. ആരാണ്? ബീഗം ഹസ്രത് മഹാൾ ആണ് ലീഡ് ചെയ്തത്. ഒരു കാര്യം പഠിച്ചു വെക്കുക, നമ്മൾ എപ്പോഴും ട്രിപ്പൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ എപ്പോഴും നമ്മൾ പോകാൻ ലക്ക് വേണം. നമ്മൾ ലാസ്റ്റ് മിനിറ്റാണ് യൂഷ്വലി എല്ലാം ട്രിപ്പൊക്കെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോകുന്നത്. അങ്ങല്ലാതെ ലോങ് ടേം ദൂരെയുള്ള സ്ഥലങ്ങളൊക്കെ ലോങ് ടേം പ്ലാനിങ് ഒക്കെ വേണം. പ്ലാനിങ് വേണമെങ്കിൽ നമ്മൾ ഓഫീസിൽ നിന്ന് ലീവ് എടുക്കണം. ലീവ് എടുക്കുന്ന സമയത്ത് വേറെ ലീവ് ഒന്നും പോവരുത്. നമ്മുടെ വർക്ക് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ വേണം. അങ്ങനെയൊക്കെ വേണം അല്ലെ? കുറച്ച് ലക്ക് കൂടെ വേണം. അപ്പം നമുക്ക് ജസ്റ്റ് ഓർത്ത് വെക്കാം, ലക്ക് ഉണ്ടെങ്കിൽ വേഗം ലക്കുണ്ടെങ്കിൽ വേഗം ആഗ്രയ്ക്ക് ലക്കുണ്ടെങ്കിൽ വേഗം ആഗ്രയ്ക്ക്, അവധിക്ക് പോകാം. ഓക്കെ. ലക്കുണ്ടെങ്കിൽ ആഗ്രയ്ക്ക് വേഗം അവധിക്ക് പോകാം. ലക്നൗ, ഓക്കെ, ആഗ്ര, അവധ്, ബീഗം. ഓക്കെ. ഈ സാധനങ്ങളൊക്കെ എവിടെയാ ഉള്ളത്? ലക്നൌവിലെ ലക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ. ഉണ്ടെങ്കിൽ അതിനൊന്നുമില്ല. വേഗം, ബീഗം അങ്ങനെ ഓർത്ത് വെക്കാം. എവിടെ പോകുന്നു? ആഗ്രയ്ക്ക്, അവധിക്ക് പോകാം. ലക്കുണ്ടെങ്കിൽ വേഗം ആഗ്രയ്ക്ക് അവധിക്ക് പോകാം. അപ്പൊ ലക്നൌവിലെ ബീഗം ഹസ്രത് മഹാൾ എന്ന് ഓർത്ത് വെക്കാൻ ഒരു കോഡാണ്. ലക്കുണ്ടെങ്കിൽ വേഗം ആഗ്രയ്ക്ക് അവധിക്ക് പോകാം. ഓക്കെ. സോ ആഗ്രയ്ക്ക് അവധിക്ക് പോകുന്ന ഫോട്ടോയൊക്കെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അല്ലേ? ശരി, നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. നെക്സ്റ്റ് ഫൈസാബാദ്. എന്താണ് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഫൈസ എവിടെയോ മലയാളത്തിൽ ഒരു പൈസ എന്ന് പറയുന്ന സാധനം കയറി വരുന്നില്ലേ ഈ പറയുമ്പോ? പൈസ. പൈസ ഉള്ളവൻ എപ്പോഴും അഹമ്മദിയാണ് അല്ലെ? പൈസ ഉള്ളവൻ എപ്പോഴും അഹമ്മദിയാ. കണ്ടോ അഹമ്മദി കാണിക്കുന്നേ? പൈസ ഉള്ളവൻ അഹമ്മദിയാണ്. ഓക്കെ. അപ്പൊ ഫൈസാബാദിൽ അഹമ്മദുള്ള. ഫൈസാബാദിൽ അഹമ്മദുള്ള. പൈസ.
പൈസയുള്ളവന് അഹമ്മദിയാണ്, പൈസയുള്ളവൻ അഹമ്മദിയാണ്. കണ്ടോ, BMW കാറും ക്യാഷ് ഒക്കെ എറിഞ്ഞൊക്കെ കൊടുക്കുന്നു. ഓക്കെ, ശരി, അതും ഓർത്തിരിക്കാനുള്ളൊരു ഒരു ക്ലൂ ആണ്. അടുത്തത് മീററ്റ്. മീററ്റിൽ ഖേദം. ഖേദം, എന്തെങ്കിലും വിഷമം വരുമ്പോഴല്ലേ നമ്മളത് ഖേദം പ്രകടിപ്പിക്കുന്നതൊക്കെ ചെയ്യുന്നത് അല്ലേ? ശരി, വിഷമം അല്ലെങ്കിൽ ദുഃഖം എന്നൊക്കെ പറയുന്ന സമയത്താണ് ഖേദം പ്രകടിക്കുന്നത്. ഓക്കെ, ശരി, നോക്കാം. ഒരു മലയാള സിനിമയാണേ, വേറൊന്നുമില്ല, മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും. എന്താണ്? മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും. അപ്പം മീറത്ത്, മീരത്ത്, മീരയുടെ ദുഃഖവും എന്നാണ് ഇട്ടിരിക്കുന്നത് അല്ലെ? മീരയുടെ ദുഃഖം, ദുഃഖം, ഖേദം എന്നൊക്കെ പറഞ്ഞ് ഓർത്തു വെക്കാം. മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും ഓർത്തു വെക്കാം. മീരത്ത് എന്ന് കേൾക്കുമ്പോൾ മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും. ദുഃഖം, മീരയുടെ ദുഃഖം. ദുഃഖം എന്ന് ഓർത്തു വെക്കുമ്പോൾ, ദുഃഖം എന്ന് ഓർത്തു വെക്കുമ്പോൾ, ദുഃഖം എന്ന് ഓർത്തു വെക്കുമ്പോൾ ഖേദം എന്ന് ഓർത്തു വെച്ചേക്കുക. ഖേദം കൂടെ ഓർത്തു വെച്ചേക്കുക. അങ്ങനെ നമുക്കത് ടാക്കിൾ ചെയ്യാം. ശരി, അടുത്തത് മധുര. അടുത്ത എന്താണ്? മധുര. നമ്മൾ ഈ മധുര എന്ന് പറയുന്ന സ്ഥലം രണ്ടിടത്തുണ്ട് ഇന്ത്യയിൽ അല്ലേ? മധുര ഉണ്ട്, അത് യുപിയിലാണ്. മധുര ഉണ്ട്, മധുരൈ നമ്മുടെ തമിഴ്നാട്ടിലുണ്ട് അല്ലെ? ഓക്കെ, ശരി. അപ്പം മധുരയിലുള്ള, തമിഴ്നാട്ടിലുള്ള മധുര ഒരു മീനാക്ഷി അമ്മൻ ക്ഷേത്രമുണ്ട്, ദേവി ടെമ്പിൾ ആണ് അല്ലെ? മധുര ദേവി ടെമ്പിൾ ആണ്. മധുരയിൽ ഒരു ദേവി ടെമ്പിൾ ആണ്. ആ ദേവി ടെമ്പിൾ ആണ് മധുര ദേവി സിംഗ്. മധുരയിൽ മധുര ദേവി ടെമ്പിൾ, മധുര ദേവി ടെമ്പിൾ, അങ്ങനെ ഓർത്തു വെക്കാം. മധുര ദേവി സിംഗ്, മധുര ദേവി സിംഗ്. ഓക്കെ, അടുത്തത് ഡൽഹിയിലെ ബഹദൂർ ഷാ ആൻഡ് ബക്ത് ഖാൻ. ഡൽഹിയിൽ ബഹദൂർ ഷാ ആൻഡ് ബക്ത് ഖാൻ. ശരി, വേറൊന്നുമല്ല ഓർത്തു വെക്കാൻ. ഈ ഡൽഹി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് അല്ലെ? ഡൽഹി എന്ന് പറയുന്നത് കേരളത്തിന് ഒരുപാട് ദൂരെയാണ്. ഓക്കെ, ഇത്രയും ദൂരം സഞ്ചരിച്ച് വേണം ഡൽഹിയിലെത്താൻ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാജവീഥികളാണ് ഫുള്ള്. ഡൽഹി എന്ന് പറയുന്നത് രാജവീഥികളാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, നമ്മുടെ പ്രധാനപ്പെട്ട മിനിസ്ട്രികളെല്ലാം അവിടെയാണുള്ളത്. അപ്പൊ എല്ലാവരും അവിടെ ഭക്തിയോടെയാണ് നിൽക്കുന്നത്. അത്രയും പവർ സെൻട്രിക് ആയ ഒരു സ്ഥലമാണ് ഡൽഹി. ഓക്കെ, അപ്പം ഡൽഹി ഭയങ്കര ബഹുത്ത് ദൂരത്തിലാണ്. ഓക്കെ, ദൂരത്തിലാണ്. ഓക്കെ, സോ ബഹദൂർ, ഡൽഹി കേരളത്തിന് ബഹുത്ത് ദൂരത്തിലാണ്. ബഹുത്ത് ദൂരത്തിൽ ഭക്തിയോടെയാണ് എല്ലാവരും നിൽക്കുന്നത്. സോ ബഹദൂർ ഷാ ആൻഡ് ബക്ത് ഖാൻ. ഡൽഹി ടു കേരള എന്ന് പറയുന്നത് ബഹുത്ത് ദൂറാണ്, ബഹുത്ത് ദൂരത്തിലാണ്. അവിടെ എല്ലാവരും ഭക്തിയോടെയാണ് നിൽക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ശരി. നെക്സ്റ്റ്, ഹരിയാനയിലെ റാവ് തുലാറാം. ഹരിയാനയിൽ ആരാണ്? റാവ് തുലാറാം. ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചായിരുന്നോ? തുലാരാം. നമ്മൾ ഈ തുലാഭാരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? തുലാഭാരം. നമ്മുടെ അമ്പലങ്ങളിലൊക്കെ നമ്മുടെ വെയിങ് ബാലൻസിൽ ഒരു സൈഡിൽ പെൺകുട്ടിയോ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെയോ ഒക്കെ ഇരുത്തിയിട്ട് മറ്റു സൈഡിൽ ഏത്തക്കൊല, പഴം, അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വെക്കും. ഓക്കെ, അപ്പൊ ഇവിടെ വേറൊന്നുമില്ല, ഹരിയാനയാണ് അല്ലേ? ആന. ഓക്കെ, ഇവിടെ നമ്മൾ വെയിങ് ബാലൻസിൽ വെക്കുന്നത് എന്താണെന്നറിയോ? ആനയാണ്. മറ്റേ സൈഡിൽ അരിയും പച്ചക്കറിയും ഒക്കെയാണ് വെക്കുന്നത്. ഓക്കെ, സോ ഹരിയാനയിൽ ആരാണ്? റാവ് തുലാറാമാണ്. റാവ് തുലാറാം. ഓക്കെ, അപ്പം ആനയുടെ തുലാഭാരമാണ്. കണ്ടില്ലേ, ഇവിടെ ഫോട്ടോയൊക്കെ ഉണ്ടല്ലോ. അതാണ്. ശരി, നെക്സ്റ്റ്, ബീഹാർ ജഗദീഷ്പൂർ. ബീഹാറും ജഗദീഷ്പൂരും ബീഹാറിന് വേറെ വിളിക്കുന്ന പേരുണ്ട്. ഏതൊക്കെയാ? ആരാ എന്ന് വിളിക്കുന്നുണ്ട് അല്ലെ? അരാഹ് എന്ന് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അരാഹ്, ഹാർ എന്നൊക്കെ പറയുന്ന ആഹാരം. ഓക്കെ, ഇവിടെ ഡിഷ് കണ്ടോ? ജഗദീഷ്പൂരിൽ ഡിഷ് കണ്ടോ? ഡിഷ്. ഇവിടെ ഒരു വാർ കണ്ടോ? വാർ. ഖാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദിയിലെ ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് അല്ലേ? ഫുഡിന് വേണ്ടി അടി കൂടുന്നു. ഓക്കെ, ഫുഡിന് വേണ്ടി അടി കൂടുന്നു. ഡിഷ്. ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്. ഓക്കെ, അടി കൂടുന്നു. ഡിഷ് എന്ന് പറഞ്ഞാൽ ഫുഡ് എന്നും പറയാം. പിന്നെ നമ്മുടെ മലയാളത്തിൽ ഡിഷ് എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? ഡിഷും. ഇടി. ഡിഷും എന്നും പറയാം. ഓക്കെ, ശരി. അതാണ് ബീഹാർ ജഗദീഷ് ഡിഷ്. ബീഹാർ, ഹാർ എന്ന് പറഞ്ഞ ആഹാരം, ഡിഷ് എന്ന് പറഞ്ഞാൽ ഫുഡ്, ഫുഡിന് വേണ്ടി വാറ്. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാൻ എന്നും പറയാം. ഓക്കെ, അങ്ങനെയൊക്കെ ഓർത്തു വെക്കാം. ബീഹാർ ജഗദീഷ്പൂർ ഖാൻ, കൻവർ സിംഗ്. ഓക്കെ, കൻവർ സിംഗ്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഈ പറയുന്ന ലീഡേഴ്സ് ഓഫ് ദ റിവോൾട്ട്. അതിന്റെ കുറെ മെമ്മറി ട്രിക്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, നമുക്കിതൊന്ന് മൊത്തത്തിലൊന്ന് റീകോൾ ചെയ്ത് വരാം. നമ്മൾ എക്സാമിൽ എപ്പോഴും പഠിക്കുന്ന സാധനം എങ്ങനെ ഓർത്തിരിക്കേണ്ടത്? എപ്പോഴും നമ്മൾ റിവൈസ് ചെയ്യുക, മാക്സിമം റിവൈസ് ചെയ്യുക. റിവിഷൻ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ മെമ്മറി ട്രിക്സുകളൊക്കെ പറഞ്ഞു തന്നു, റിവിഷൻ ചെയ്യാം. റിവിഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ലീഡേഴ്സ് ഓഫ് ദ റിവോൾട്ട് ആരൊക്കെയാണ്? ഡൽഹി നമ്മൾ പഠിച്ചു. ഡൽഹിയിലെ റിവോൾട്ട് ലീഡേഴ്സ്,
ഡൽഹിയിലെ റിവോൾട്ടഡ് ലീഡേഴ്സ് ഭക്ത് ഖാൻ, പിന്നെ അതുപോലെ തന്നെ ബഹദൂർ ഷാ രണ്ടാമൻ. പിന്നെ നമ്മൾ കാൺപൂരിലെ റിവോൾട്ടഡ് ലീഡേഴ്സ് പഠിച്ചു. കാൺപൂരിലെ നമ്മുടെ നാനാ സാഹിബ് താന്തിയ തോപ്പും. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഝാൻസി ആണ്. ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മി ഭായി ആണ്. അതുപോലെ തന്നെ ലക്നൗ പഠിച്ചു. ലക്നൗവിൽ ആരാണ്? ലക്നൗവിൽ ബീഗം ഹസ്രത് മഹാൾ ആണ്. അതുപോലെ തന്നെ ബീഹാർ പഠിച്ചു. ബീഹാറിൽ കൻവർ സിംഗ് അമർ സിംഗ് ആണ്, അത് പഠിച്ചു. പിന്നെ ബറേലി പഠിച്ചു. ബറേലിയിൽ ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ ആണ്. ഫൈസാബാദ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പൈസയുള്ളവൻ അഹമ്മദി കാണിക്കും. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. പിന്നെ രാജസ്ഥാൻ പഠിച്ചു. രാജസ്ഥാനിലെ ജയ് ദയാൽ സിംഗും ഹർ ദയാൽ സിംഗും. അലഹബാദ് പഠിച്ചു. അലഹബാദ് മൗലവി ലിയാഖത്ത് അലി എന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതിന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗം കൂടെ ഉണ്ട്, കുറച്ചുകൂടെ ഉണ്ട്, അതുകൂടെ പഠിക്കുന്നു. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം തന്നിരുന്നു ഞാൻ, റാണി ലക്ഷ്മിബായിയുടെ ഹോഴ്സിന്റെ പേരെന്താണ്? കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ട്രിക്സോ എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതും കമന്റ് ചെയ്യുക. അതും നമ്മൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതും വെൽക്കം ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശരി, താങ്ക് യു.